നമസ്കാരം, ഞാൻ ടിൻഡു തോമസ്. ഇന്ന് നമുക്ക് എക്സ്റ്റീരിയർ വോളിൽ കൊടുക്കാൻ പറ്റുന്ന ക്ലാഡിംഗ് ടൈൽസ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ നാച്ചുറൽ സ്റ്റോൺ വേണോ, വിട്രിഫൈഡ് ടൈൽസ് വേണോ, സെറാമിക് ടൈൽസ് വേണോ, നമ്മൾ പില്ലറിൽ കൊടുക്കാനും അതേപോലെ വോളിൽ കൊടുക്കാനും ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നാച്ചുറൽ സ്റ്റോൺസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആ ഒരു നാച്ചുറൽ നമ്മൾ സ്റ്റോൺസ് കട്ട് ചെയ്ത് കറക്റ്റ് ബ്രിക്കിൻ്റെ ഷേപ്പിലുള്ളതും ഒക്കെ ആയിട്ട് നമ്മൾ അത് പില്ലറിന് കൊടുക്കണം, അതേപോലെ വോളിൽ കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഇപ്പം നാച്ചുറൽ സ്റ്റോണിൻ്റെ തന്നെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടും. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നാച്ചുറൽ സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അതായത് ഒരു ബിലോ 40 തൊട്ട് എബവ് 1000 വരെയുള്ള നാച്ചുറൽ സ്റ്റോൺസ് എല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നാച്ചുറൽ സ്റ്റോൺസ് ആകുമ്പോൾ ഒറ്റ ഷെയ്ഡിലായിരിക്കില്ല കിട്ടുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും എല്ലാവരും ചെറിയ ഷെയ്ഡ്സ് കയറി വരും. പിന്നീട് നമ്മളത് കൂടുതൽ ഒരു 1 ഇയർ ആഫ്റ്റർ 1 ഇയർ ഒക്കെ നമ്മളത് എക്സ്ട്രാ പോളിഷ് ചെയ്ത് സിൽവർ അടിച്ച് കൊടുത്ത് അത് പോളിഷ് ചെയ്യേണ്ടി വരും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ പായല പിടിക്കാനും അതേപോലെ തന്നെ ഫെയ്ഡ് ആകാനുമുള്ള ചാൻസ് എല്ലാം നമുക്ക് ഈ നാച്ചുറൽ സ്റ്റോൺസിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നാച്ചുറൽ സ്റ്റോൺസ് അല്ലാതെ നമുക്ക് ബ്രിക്കിന്റെ ഷേപ്പിലുള്ളതും ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺസിന്റെ ലുക്കിലുള്ളതും ആയിട്ടുള്ള എല്ലാ ഡിസൈനിലുള്ള ക്ലാഡിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈൽസിൽ നമുക്ക് അവൈലബിൾ ആണ്. വിട്രിഫൈഡ് ടൈൽസിൽ നമുക്ക് അവൈലബിൾ ആണ്, സെറാമിക് ടൈൽസിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ എക്സ്റ്റീരിയർ കൊടുക്കുമ്പോൾ എപ്പോഴും സെറാമിക് അല്ലാതെ നമ്മൾ വിട്രിഫൈഡ് ടൈൽസ് തന്നെ മാക്സിമം എക്സ്റ്റീരിയറിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫെയ്ഡ് ആകത്തില്ല. പിന്നെ നമുക്ക് കഴുകാനും വാഷബിളാണ്, ഒരിക്കലും ഫെയ്ഡ് ആവില്ല, പായൽ കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല. പിന്നെ നമുക്ക് മതിലിൽ കൊടുക്കാനും ഒക്കെ നമുക്ക് വിട്രിഫൈഡ് ടൈൽസിൽ ഈ പറയുന്ന പോലെ ബ്രിക്കിൻ്റെ ഷേപ്പിലുള്ളതും അതേപോലെ ആയിട്ട് പല നാച്ചുറൽ സ്റ്റോണിൻ്റെ ലുക്കിലുള്ളതുമായിട്ടുള്ള എല്ലാ കളേഴ്സിലും നമുക്ക് വിട്രിഫൈഡ് ടൈൽസ് തന്നെ അവൈലബിൾ ആണ് ക്ലാഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഇപ്പോൾ നമ്മൾ പണ്ട് തൊട്ട് നമ്മൾ എക്സ്റ്റീരിയറിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ക്ലാഡിംഗ് ടൈൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ബട്ട് നമ്മൾക്ക് നമ്മളുടെ വീടിൻ്റെ ഒരു പെയിൻറ് അനുസരിച്ചിട്ട് നമുക്കിപ്പം ഏറ്റവും ടോപ്പിലാണ് നമ്മളൊരു വോൾ ടൈൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വോൾ ടൈൽസിലേക്ക് തന്നെ ഈ വോൾ ടൈൽസിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്ലോറിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന വലിയ ഒരു സ്ലാബ്, ഒരു 6x4 സ്ലാബോ അല്ലെങ്കിൽ ഒരു 4x2 ടൈലോ, ഇവൻ അതെല്ലാം ഒരു വുഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു വുഡിൻ്റെ ഫിനിഷിലുള്ള ടൈലോ ഒക്കെ നമുക്ക് ക്ലാഡിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്ന ക്വാളിറ്റി ഉള്ള അത്യാവശ്യം ഉപയോഗിക്കാൻ ഏത് ടൈൽസും നമുക്ക് ക്ലാഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം.